Now we have to show that n of p not equal to n of q. For that it is enough to construct an alpha from closed interval a b to Rn plus 1, which is differentiable at a and b and satisfy these conditions. The continuous function ആയിരിക്കണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്. ആൽഫ എ പി ആൽഫ ബി ക്യൂ ആയിരിക്കണം. ആൽഫ എ എന്ന് പറയുന്നത് പിയും ആൽഫ ബി എന്ന് പറയുന്നത് ക്യൂ ആയിരിക്കണം. പിന്നെ ആൽഫ ഡോട്ട് എ എന്ന് പറയുന്നത് പി വി ആയിരിക്കണം. ആൽഫ ഡോട്ട് ബി എന്ന് പറയുന്നത് ക്യൂ ബി ആയിരിക്കണം. അതായത് എയിലുള്ള ഡെറിവേറ്റീവ് വിയും ടാൻജൻറ്റ് വെക്ടർ, ബിയിലുള്ള ടാൻജൻറ്റ് വെക്ടർ വിയും ആയിരിക്കണം. രണ്ടും വി തന്നെ. ഒന്ന് എയിലുള്ള ടാൻജൻറ്റ് വെക്ടർ, ഒന്ന് ബിയിലുള്ള ടാൻജൻറ്റ് വെക്ടർ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ടി എന്ന് പറയുന്ന എയുടെയും ബിയുടെയും ഇടയിലാവുമ്പം ആ ഒരു ആൽഫ ടിയും ഇതിൻ്റെ ഇടയിലുള്ള ഒരു പോയിൻറ്റും സർഫസിലുണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ആ കർവ്, ഇതൊരു കർവാണല്ലോ, ഈ കർവിലെ ഇടയിലുള്ള ഒരു പോയിൻറ്റും സർഫസിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആൽഫ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ ഈ പ്രൂഫ് ഓട്ടോമാറ്റിക്കലി പ്രൂവ് ചെയ്യപ്പെടുകയാണ്. അതായത് എൻ ഓഫ് പി നോട്ട് ഈക്വൽ ടു എൻ ഓഫ് ക്യൂ. അപ്പോൾ നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ആൽഫ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് പി നോട്ട് ഈക്വൽ ടു എൻ ഓഫ് ക്യൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യുന്നത്. എൻ ഓഫ് പി ഈക്വൽ ടു എൻ ഓഫ് ക്യൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കോൺട്രഡിക്ഷനിൽ എത്തണം. അപ്പോൾ നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാൻ കഴിയും, വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി we can assume that this n is equal to del f by non del f. വേറൊരു സാധ്യത കൂടി ഉണ്ടായിരുന്നു, എന്ന് പറയുന്നത് മൈനസ് ഡെൽ എഫ് ബൈ നോൺ ഡെൽ എഫ് എന്നും നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. പക്ഷേ രണ്ട് ചെയ്താലും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. അതായത് ദി പ്രൂഫ് ഓഫ് n ഈക്വൽ ടു മൈനസ് ഡെൽ എഫ് ബൈ non del f is similar. ഇതിൻ്റെ പ്രൂഫ് ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി പ്രൂഫിലേക്ക് കടക്കാം. എൻ ഓഫ് പി ഈക്വൽ ടു എൻ ഓഫ് ക്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൽഫയുടെ എക്സിസ്റ്റൻസും നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺട്രഡിക്ഷനിൽ എത്തുകയാണ് വേണ്ടത്. വി ഹാവ് ആൽഫ എന്ന് പറയുന്നത് ഇവിടുന്ന് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് ആർ എൻ പ്ലസ് വണ്ണിലേക്കുള്ള ഫങ്ഷനാണ്. എഫ് എന്നുള്ളത് ആർ എൻ പ്ലസ് വണ്ണിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷനാണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് എഫ് ഇൻവേഴ്സ് സി ആണ് നമ്മുടെ എസ് എന്ന് പറയുന്നത്. എഫ് ഇൻവേഴ്സ് സി ആണ് എസ്, അതാണ് തന്നത്. അപ്പോൾ ഈ എഫ് കോമ്പോസിറ്റ് ആൽഫ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആയിരിക്കും. ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്ത ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആയിരിക്കും. റിയൽ വാല്യൂഡ് continuous function and which is differentiable also differentiable. Differentiable function ആണ്.
അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ പ്രൂവ് ചെയ്യുന്നത് ഈ എഫ് കോമ്പോസിറ്റ് ആൽഫ എയിലും ബിയിലും ഒരേ സമയം ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആണെന്ന്. We will show that. First we will show that F composite alpha is either increasing or decreasing at both A and B, both the endpoints P and Q. P and Q എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പി ആൻഡ് ക്യൂ ഇവിടെ എ ആൻഡ് ബി ആണ്. എ ആൻഡ് ബി കാരണം എഫ് കോമ്പോസിറ്റ് ആൽഫയുടെ കോമ്പോസിറ്റ് ആൽഫയുടെ ഡൊമൈനിലുള്ള പോയിൻറ്റ്സ് എ ആൻഡ് ബി ആണല്ലോ. അപ്പോൾ അറ്റ് എ ആൻഡ് ബി നമ്മൾ കാണിക്കും. അപ്പോൾ അതാണ് നമ്മളിനി അടുത്ത് പ്രൂവ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ്. അത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനി അടുത്ത് ചെയ്യുന്നത്. we have F composite alpha dash of A is equal to del F of alpha of A dot alpha dot of A. That is equal to del F of alpha of A എന്ന് പറയുന്നത് നമ്മുടെ ഈ ആൽഫ ഡിഫൈൻ ചെയ്തതിൽ ആൽഫ ഓഫ് എ ഈക്വൽ ടു പി എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് പി ആവും. ഡോട്ട് ആൽഫ ഡോട്ട് എ എന്ന് പറയുന്നത് പി വി ആണ്. പി കൊമ വി ബൈ ഡെഫിനിഷൻ 1 ഓഫ് ആൽഫ. ആൽഫയുടെ ഡെഫിനിഷന് കിട്ടുന്നതാണിത്. ദിസ് ഈസ് ഈക്വൽ ടു ഈ ഡെൽ എഫ് ഓഫ് പിക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം. നോം ഡെൽ എഫ് ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി ആണ് നോം. ഈ എൻ ഓഫ് പി എന്ന് പറയുന്നത് ഡെൽ എഫ് ഓഫ് പി ബൈ നോം ഡെൽ എഫ് ഓഫ് പി ആണ്. അപ്പോൾ ഇതിനിങ്ങനെ എഴുതാം. ഡോട്ട് PV dot PV that is equal to norm del F of P that is a scalar N of P dot V. N of P dot V. ഇതാണ് എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് എ. ഇനി അതേപോലെ നമുക്ക് എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ബിയും എന്താണ് നോക്കാം. സിമിലർലി എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് അറ്റ് ബി ഈസ് ഈക്വൽ ടു ഇതേപോലെ നമ്മൾ പ്രൊസീഡ് ചെയ്താൽ നോം ഡെൽ എഫ് ഓഫ് ക്യൂ ഇൻറ്റു എൻ ഓഫ് ക്യൂ ഡോട്ട് വി എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു നോം ഡെൽ എഫ് ഓഫ് ക്യൂ എൻ ഓഫ് പി കൂട്ട് എൻ ഓഫ് ക്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ ഓഫ് പി ആയി മാറും. നമ്മളെ കോൺട്രഡിക്ഷൻ മെത്തേഡിലേക്ക് കടന്നപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിരുന്നത് ഡോട്ട് ബി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു, ഇതിന് 2 കൊടുക്കുന്നു.
1ഉം 2ഉം കമ്പയർ ചെയ്താൽ ഇവിടെയുള്ള ഈ നമ്മുടെ ഈ നോം ഡെൽ എഫ് ഒ പി എന്നുള്ളത് ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത് തീർച്ചയായും എൻ ഓഫ് പി ഡോട്ട് വിയുടെ സൈൻ എന്താണോ അതായിരിക്കും എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് എയുടെ സൈൻ. അതേപോലെ എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ബിയുടെ സൈൻ എന്ന് പറയുന്നത് എൻ ഓഫ് പി ഡോട്ട് വി തന്നെയായിരിക്കും, കാരണം ഇതൊരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ ഇതിന് രണ്ടിനും ഒരേ സൈൻ ആയിരിക്കും എന്നർത്ഥം, കാരണം ഇവിടെയുള്ള ഈ ക്വാണ്ടിറ്റി രണ്ടും സെയിം ആണല്ലോ, അതുകൊണ്ട് ഇത് രണ്ടിനും ഒരേ സൈൻ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് so the conclusion is f composite alpha dash has same sign at both the endpoints, ഇപ്പോൾ നമ്മൾ കമ്പയറിങ് 1 and 2 ഇക്വേഷൻ 1ഉം 2ഉം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺക്ലൂഷനിൽ എത്തിയത്. So the conclusion is f composite alpha is either increasing or decreasing at both the endpoints. ഇപ്പോൾ രണ്ട് എൻഡ് പോയിന്റിലും ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇതേ കൺക്ലൂഷൻ തന്നെ അടുത്തതിനും കൊടുക്കും. സെയിം കൺക്ലൂഷൻ holds if n equal to minus del f by non del f. ആ കേസിൽ ഇതേ കൺക്ലൂഷൻ തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കോൺട്രഡിക്ഷനിലേക്ക് എത്തണം. ഇതിനിപ്പോൾ തന്നൊരു കാര്യം നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആൽഫ എ ആൻഡ് ആൽഫ ബി, ആൽഫ എന്ന് പറയുന്നത് പി ആണ്, ഇത് ക്യൂ ആണ്, ആർ പോയിൻറ്റ്സ് ഓൺ എസ്. സോ ആൽഫ എയും ആൽഫ ബിയും എസ് പോയിൻ്റ് ആണ് ആയതുകൊണ്ട് എഫ് ഓഫ് ആൽഫ എ എന്ന് പറയുന്നത് സി ആണ്, ആൻഡ് എഫ് ഓഫ് ആൽഫ ബി ഈക്വൽ ടു സി. കാരണം എത്രയാണ് നമുക്കറിയാം, എസ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് സി ആണെന്ന് തന്നിട്ടുണ്ട്. This implies that f composite alpha of A equal to C and f composite alpha of B equal to C. Then there exists. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് then there exists T1 and T2 between A and B with
F composite alpha of T1 greater than C and F composite alpha of T2 less than C. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. ഇങ്ങനെയാണെങ്കിൽ പറയുന്നത് എയുടെയും ബിയുടെയും ഇടയ്ക്ക് നമുക്ക് ഒരു T1 T2 കണ്ടുപിടിക്കാൻ കഴിയും. എന്താ പ്രത്യേകത വെച്ചാൽ എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് T1 സിയേക്കാൾ വലുതുമായിരിക്കും, എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് T2 സിയേക്കാൾ ചെറുതുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. ഇങ്ങനത്തെ ഈ എക്സിസ്റ്റൻസ് കാണിക്കാം. അതിൽ രണ്ട് കേസാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് എഫ് കോമ്പോസിറ്റ് ആൽഫ ഇൻക്രീസിങ് അറ്റ് ദി ബോത്ത് ദെൻ പോയിൻറ്റ്സ് എന്നെടുക്കുമ്പോൾ ആദ്യം ആ കേസിൽ ഇങ്ങനെ T1 T2 കാണാം. ഇഫ് എഫ് കോമ്പോസിറ്റ് ആൽഫ ഈസ് ഇൻക്രീസിങ് at both the endpoints, then at A അതായത് near A at A there exists T1 greater than A such that increase എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് T1 ഈസ് ഗ്രേറ്റർ ദാൻ എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് എ. ദാറ്റ് ഈസ് എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് T1 എന്ന് പറയുന്നത് ഇത് ഇതേപോലെ തന്നെ എടുക്കുക. അത് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യണ്ട. എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് T1 ഗ്രേറ്റർ ദാൻ, പക്ഷേ ഇത് സി ആണ്. അതേപോലെ അറ്റ് ബി ആൻഡ് there exists T2 less than B, ഇത് near B, such that F composite alpha of T2 is less than F composite alpha of B. That is F composite alpha of T2 അത് അതേപോലെ തന്നെ നിലനിർത്തുക. F composite alpha of T2 less than ഇപ്പുറത്തേത് സി ആയി മാറും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച T1 T2 നമുക്ക് കാണാൻ കഴിഞ്ഞു. T1 T2 നമ്മൾ പറഞ്ഞ രീതിയിലുള്ള വി ഹാവ് പ്രൂവ്ഡ്. ഈ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. വി ഹാവ് പ്രൂവ്ഡ്. ഈ കേസിൽ നമ്മളത് പ്രൂവ് ചെയ്തു. ഇനി ഇഫ് എഫ് കോമ്പോസിറ്റ് ആൽഫ ഈസ് ഡിക്രീസിങ് ആണ് വരിക. ഡിക്രീസിങ് അറ്റ് എ ആൻഡ് ബി, എയിലും രണ്ട് എൻഡ് പോയിന്റിലും ഡിക്രീസിങ് ആണെന്ന് വിചാരിക്കുക. then there exists T1 near A, രണ്ടും കൂടി ഒരുമിച്ച് എടുത്ത് നമുക്ക് T1 near A and T2 near B with T1 greater than A and T2
less than B such that F composite alpha of T1 is less than, ഇവിടെ decreasing ആണ്, അവിടെ less than ആവും. F composite alpha of A and F composite alpha of T2 is greater than F composite alpha of B. That is, F composite alpha of T1 less than C and F composite alpha of T2 greater than C. So in this case, just interchange T1 and T2, we get the same result. Just interchange T1 and T2, we get the required result. അപ്പോൾ ആ റിസൾട്ട് എന്താണ്? റിസൾട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എയുടെയും ബിയുടെയും ഇടയിൽ ഒരു T1 ഉണ്ടാവും, T2 ഉണ്ടാവും. T1ൻ്റെ പ്രത്യേകത എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് T1 സിയേക്കാൾ വലുതാണ്, എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് T2 സിയേക്കാൾ ചെറുതാണ്. ആ രീതിയിൽ ഒരു T1 ഉം T2 കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇനി then by intermediate value theorem, for F composite alpha, F composite ആൽഫയ്ക്ക് intermediate value theorem അപ്ലൈ ചെയ്യാം. Because we have F composite alpha of T2 less than C less than F composite alpha of T1. There exists T3 between T1 and T2 such that F composite alpha of T3 is equal to C. That is, F composite alpha of T3 equal to C. That is, there exists T3 between, അപ്പോൾ ഇതിനർത്ഥം ശരിക്ക് ആൽഫ ഓഫ് T3 ഈസ് ഇൻ എസ് എന്നാണ്. ആൽഫ ഓഫ് T3 ഈസ് ഇൻ എസ് എന്നാണ്. സോ ദർ എക്സിസ്റ്റ് T3 ബിറ്റ്വീൻ എ ആൻഡ് ബി such that F composite alpha of T3 equal to C. That is, there exists T3 between A and B such that F of alpha of T3 equal to C. That is, there exists T3 between A and B such that alpha of T3 belongs to S, which is a contradiction to 2 of definition of alpha, which is a contradiction. Contradiction to
the part 2 of definition of alpha, which implies that this implies that n of p cannot be equal to n of q. So n of p and n of q are different, which will imply there exists V such that there exists which will from this we can prove that n of p equal to V or n of q equal to V. That is what we want to prove finally. അപ്പോൾ ഇവിടെ ഈ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫിൽ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്, ഇപ്പോൾ ഇവിടെ ഈ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആൽഫ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആൽഫ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതോടുകൂടി അങ്ങനെ ഒരു ആൽഫ ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറം കംപ്ലീറ്റ് ആവും. കാരണം അങ്ങനെ ഒരു ആൽഫ ഉണ്ട് എങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത ഒരു ആൽഫ ഉണ്ടെങ്കിൽ എൻ ഓഫ് പി നോട്ട് ഈക്വൽ എൻ ഓഫ് ക്യൂ എന്ന് കിട്ടും. എൻ ഓഫ് പി എൻ ഓഫ് ക്യൂ ഡിഫറൻ്റ് ആണെങ്കിൽ എൻ ഓഫ് പി വി ആയിരിക്കണം, അല്ല എൻ ഓഫ് ക്യൂ വി ആയിരിക്കണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതോടുകൂടി എൻ എന്ന് പറയുന്നത് ഓൺ ടു ആണെന്ന് കിട്ടും.